ഹായ് കൂട്ടുകാരെ, മാധവ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, ഞാൻ കഴിഞ്ഞ ദിവസം കുറേ വീഡിയോസിലൊക്കെ ഇട്ടാണ്. ഇന്ന് നമ്മുടെ ICCMA ഓണം സെലിബ്രേഷനാണ്. അതിന് പോകാൻ വേണ്ടിയാണ് കേട്ടോ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത്. നമ്മുടെ കുറേ വീഡിയോസിൽ ഓൾറെഡി അതിനെക്കുറിച്ച് ഇൻട്രൊഡക്ഷനൊക്കെ ഞാൻ തന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി സുന്ദരന്മാരായി ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. ICCMA നമ്മുടെ RMS സ്പൈസസ് അവിടെയാണ് നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുന്നത്. അവരാണ് നമുക്ക് സ്പോൺസർ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ആദ്യം വന്നത് ഹേമേന്ദ്രേട്ടൻ്റെ വീട്ടിലേക്കാണ്. പ്രശാന്തി ചേച്ചി, ഹേമേന്ദ്രേട്ടനും ഒക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഋതുക്കുട്ടനൊക്കെ അറിയാവുന്നതല്ലേ. അപ്പോൾ അവരുമായിട്ട് ഒരുമിച്ചാണ് ഞങ്ങൾ RMS സ്പൈസസിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ RMS സ്പൈസസിന് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് നോക്കിയിട്ടെങ്കിലും അവിടെ എങ്ങും സ്ഥലമില്ല. കാരണം എല്ലാവരും തന്നെ എത്തിച്ചേർന്നുകൊണ്ട് വണ്ടിയെല്ലാം നിറച്ചും വണ്ടിയാണ്. സ്പൈസസിൻ്റെ ഫ്രണ്ടിൽ മുഴുവൻ വണ്ടിയാണ്. ഏകദേശം ഞങ്ങളൊരു സൈഡിലത് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം അകത്തേക്ക് കടന്നു പോവാണ്. അപ്പം മേളിലേക്ക് നോക്കുമ്പോൾ എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അവരെല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ RMS സ്പൈസസിലാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓണാഘോഷ പരിപാടി നമുക്ക് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ RMS സ്പൈസസ് ആണ്. അപ്പം നമുക്ക് അകത്ത് പോയി ഓണത്തിൻ്റെ ആഘോഷങ്ങളിലെല്ലാം നമുക്കൊന്ന് പങ്കെടുത്തേക്കാം. ഓക്കെ, RMS സ്പൈസസ് ഉള്ളത് നമ്മുടെ ഇടുക്കി കുട്ടിക്കാനം റോഡിൽ തന്നെയാണ്. നമുക്ക് അതിൻ്റെ ബോർഡും കാര്യങ്ങളും ഒക്കെ കാണാൻ നല്ല അടിപൊളി പ്ലേസ് ആണ്. അതുപോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങൾ കയറി ചെന്നപ്പോൾ നമ്മുടെ സൂര്യലാലേട്ടൻ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സൂര്യലാലേട്ടൻ്റെ ആ ഒരു ഡ്രസ് കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്രാവശ്യത്തെ ഓണം നമുക്ക് വെറൈറ്റി ആയിട്ട് തന്നെ ആഘോഷിക്കാം. അതുപോലെ തന്നെ ഞങ്ങൾ ചെന്നു, പേരൊക്കെ കൊടുത്തു. മാധവ് മീഡിയയുടെ നമ്മുടെ ചാനലിൻ്റെ പേരും ഒക്കെ പറയണമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ സിതോഷ് ചേട്ടനെ കണ്ടത്. ചേട്ടനും വെറൈറ്റി ആയിട്ടുള്ളൊരു രീതിയിലാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഡ്രസ്സൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും തന്നെ നല്ല വെറൈറ്റി ഡ്രസ് കോഡിലാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പോഴത്തേനും കുറച്ച് പേരൊക്കെ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരെല്ലാം വരാൻ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ICCMA നമ്മൾ കണ്ടിട്ടുള്ള മുഖങ്ങളല്ലാതെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത ഒരുപാട് ആളുകളെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ പരിചയപ്പെടാൻ സാധിച്ചു. അതുമാത്രമല്ല, നമ്മൾ ICCMA പ്രോഗ്രാം നടന്നപ്പോൾ എല്ലാവരെയും നല്ല രീതിയിൽ നമുക്ക് സംസാരിക്കാനും അവരോട് നല്ല ഫ്രണ്ട്ഷിപ്പ് ആവാനും നമുക്ക് പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഈ ഓണം സെലിബ്രേഷൻ്റെ ടൈമിൽ ഞങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ വീണ്ടും കിട്ടി. ഒരുപാട് എന്താ പറയണ്ടേ, മനസ്സിൽ നിന്നുണ്ടാവുന്ന, അതായത് നമുക്ക് മനസ്സിൽ ടച്ച് ചെയ്ത കുറേ ഫ്രണ്ട്സ് നമുക്കുണ്ടായി. എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സാണ്. അവരെ എല്ലാവരെയും വീണ്ടും നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ആവാനും അവരോടൊക്കെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഓണാഘോഷ പരിപാടി കൊണ്ട് സാധിച്ചു. അലൻസിയാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ആങ്കറായിട്ട് നിൽക്കുന്നത്. നല്ല രീതിയിൽ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ICCMA ആങ്കറിംഗ് ഒക്കെ നമ്മൾ കണ്ടതാണ്. നല്ല രീതിയിൽ ആങ്കർ ചെയ്യുന്ന 2 പേരാണ് നമുക്ക് നമ്മുടെ ഗ്രൂപ്പിലുള്ളത്, ശ്യാമ ചേച്ചിയും അതുപോലെ തന്നെ അലൻസിയും. അങ്ങനെ ഒരുപാട് പേരെ കണ്ടു. ഞങ്ങൾ വളരെയേറെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. പിന്നെ കുറേ നേരം സംസാരിച്ചു. പിന്നെ നമ്മുടെ ഏറ്റവും വിശിഷ്ട അതിഥിയായിട്ട് നമ്മുടെ കൂടെ ഇവിടെ നിൽക്കുന്നത്, നമ്മളോടൊപ്പം നിൽക്കുന്നത് ജയാക്കുറിപ്പാണ്. ജയയെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ ഓണം സെലിബ്രേഷൻ ഉദ്ഘാടനം ചെയ്യുന്ന നമ്മളോടൊപ്പം നിൽക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ നമ്മുടെ സിനിമാ താരമായ നമ്മുടെ ജയാക്കുറിപ്പാണ്. അപ്പം ചേച്ചി ഒരുപാട് പടങ്ങളിലൂടെ നമുക്കെല്ലാവർക്കും സുപരിചിതയായ ഒരു വിശിഷ്ട അതിഥിയെ തന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്, നമ്മുടെ ഈ ഒരു ഓണം ആഘോഷത്തിന് കിട്ടിയതിൽ വളരെ ഏറെ സന്തോഷം. മോഹൻലാലിന്റെ ഫാമിലിയോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞ ഒരു നടിയാണ്. മോഹൻലാലിനൊപ്പം സ്നേഹപൂർവ്വം എന്ന ചിത്രത്തില്, അതിനു മുമ്പ് മകനോടൊപ്പം എന്ന ചിത്രത്തില്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മോഹൻലാലിന്റെ മകളോടൊപ്പം വിസ്മയോടൊപ്പം തുടക്കം എന്ന ചിത്രത്തിൽ വരെ അഭിനയിച്ച് തീർച്ചയായിട്ടും നമുക്ക് ഇടുക്കിക്കാർക്ക് അഭിമാനമാണ്. അങ്ങനെ ഒരു ഭാഗ്യം ചെയ്ത ഒരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ് ജയചേച്ചി. ഏറെ സ്നേഹത്തോടു കൂടി തന്നെ നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് ആ ജയചേച്ചിയെ ഈ ഒരു യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമുക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും നമസ്കാരം. ലാലുവിനെയൊന്നും ഞാൻ എന്താ പറയുക, ലാലുവിനോടൊന്നും ഞാൻ അധ്യക്ഷനാണ് പറഞ്ഞ മാതിരി നന്ദിയുണ്ട്. പറയേണ്ട ആവശ്യമുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഇത്രയും വ്ളോഗേഴ്സ് ഉണ്ടാവാന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമല്ലേ, പറ്റിയിട്ടില്ല. എൻ്റെ അറിവില് ലാലു, ശ്യാമയൊക്കെയാണ് വ്ളോഗേഴ്സായിട്ട് ഞാൻ ഇടുക്കി ജില്ലയിൽ എനിക്ക് അറിയാവുന്ന വ്യക്തികള് ഉണ്ട്, വലിയ ആൾക്കാരുണ്ട് എനിക്ക് എൻ്റെ അറിവില്. പിന്നെന്താ പറയാ, എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നൽകുന്നു. എനിക്ക് തോന്നുന്നു ചിങ്ങം തറക്കാതെ ആദ്യമായിട്ട് ഓണം ആഘോഷിക്കുന്ന
ഒരു ടീം നമ്മളാന്ന് തോന്നുന്നല്ലേ. ഒരു പ്രസംഗത്തിന്റെ ആവശ്യമില്ല അല്ലേ, നമുക്ക് ഇങ്ങനെ സംസാരിച്ചു പോകുന്നതായിരിക്കും രസം. എനിക്കങ്ങനെ വലിയ കാര്യമായിട്ട് പ്രസംഗിക്കാനും അറിയില്ല കേട്ടോ. മലയിൽ വീണ കിളികളാണു നാം, ചിറകൊടിഞ്ഞൊരിമകളാണു നാം, ഒരു വിളക്കു കണ്ണു ചിമ്മുനി അറിവിലെന്തു നമ്മൾ പാടണം. ഇത്രയും പറയും. അസോസിയേഷന്റെ സ്നേഹ സമ്മാനം ജയശേഷിക്ക് നമ്മൾ നൽകുകയാണ്. നല്ലൊരു പേടി നമുക്ക് നൽകാം. സെക്രട്ടറിയുടെ സ്നേഹ സമ്മാനം നൽകുന്നത് ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് ശ്രീ സിജോ എവറസ്റ്റ്. സെക്രട്ടറിയുടെ സ്നേഹ സമ്മാനം നൽകുന്നത് ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് ശ്രീ സിജോ എവറസ്റ്റ്. ഇവിടെ നമുക്കൊരു സമ്മാന കൂപ്പൺ ഉണ്ട്, 100 രൂപയുടെ ഒരു സമ്മാന കൂപ്പൺ ഉണ്ട്. അതില് വിന്നേഴ്സ് ആകുന്നവർക്ക് 5 പേർക്ക് ബ്ലൂടൂത്ത് സ്പീക്കറും 5 പേർക്ക് ബ്ലൂടൂത്ത് നെക്ക് ബാൻഡും ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും നിങ്ങളുടെ അടുത്തേക്ക് ആ ഒരു സമ്മാന കൂപ്പണുമായിട്ട് വരുമ്പോൾ സഹകരിക്കുക. നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഗെയിംസ് ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിന്ന് ഗെയിംസ് എല്ലാം കഴിഞ്ഞ ഒരു പിരിയുന്ന സമയത്തായിരിക്കും അതിന്റെ നറുക്കെടുപ്പ് നമ്മൾ നടത്തുക. അപ്പൊ കൈ നിറയെ സമ്മാനങ്ങളുമായി നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാറുണ്ട്. ജയാക്കുറുപ്പ് പാട്ടൊക്കെ പാടി നമ്മളെ വളരെയേറെ സന്തോഷിപ്പിച്ചു. അതുല്യ കലാകാരി തന്നെയാണ്. അപ്പം നമ്മുടെ ഓണാഘോഷ പരിപാടികൾ ഇവിടെ തീരുന്നില്ല. നമ്മുടെ ഇനിയും ഒരുപാട് പ്രോഗ്രാംസുകളൊക്കെ കാണാനുണ്ട്. എല്ലാവരും മിസ് ചെയ്ത് പോകരുത്. ഇത് ഫസ്റ്റ് പാട്ടാണ്. സെക്കൻഡ് പാർട്ട് നമ്മുടെ ഓണാഘോഷത്തിൻ്റെ പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ നല്ല തകർത്ത് ഉള്ള കളികളും സദ്യയും ഒക്കെയാണ്. അപ്പോൾ അതാരും മറന്നു പോകരുത്, അതാരും മിസ് ചെയ്യരുത്. അപ്പം നമ്മുടെ വീഡിയോയിൽ ഇനിയും കണ്ടിന്യൂഷൻ ഉണ്ട്. ഞാൻ വൈൻഡപ്പ് പറയുന്നില്ല. ഓക്കെ, സീ ബൈ.